പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമദാൻ എന്നും ആ റമദാൻ നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ് എന്നും പരിശുദ്ധ ഖുർആനിനെ ഏത് രൂപത്തിലാണ് നമ്മൾ സമീപിക്കേണ്ടത്, ഈ റമദാനിൽ ഏത് രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിനെ നമ്മൾ പഠിക്കേണ്ടത് എന്നുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. റമദാൻ മാസം ഏതാനും ദിവസങ്ങൾക്കകം നമ്മളിലേക്ക് എത്തുകയാണ്. ഒരുപാടധികം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ നിയ്യത്താക്കിയിട്ടുണ്ട്. തവണ റമദാൻ 30 നോമ്പുകളും എനിക്കെടുക്കണം. എല്ലാ ദിവസവും എനിക്ക് തറാവീഹിന്റെ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ കഴിയണം. എല്ലാ ദിവസവും അല്പമെങ്കിലും സ്വതക്കയും കാര്യങ്ങളും ഒക്കെ നൽകണം. ഒരുപാടധികം ദിക്റുകൾ ചൊല്ലണം. ഒരുപാട് പരിശുദ്ധ ഖുർആൻ ഖത്തം തീർത്ത് ഓതണം. ഇതെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്ത് റമദാനിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. പലപ്പോഴും അമലുകൾ ധാരാളമായി ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ, അമലുകൾ ചെയ്യാൻ ധാരാളമായി കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന, അതല്ലെങ്കിൽ ആ അമലുകൾ നമുക്ക് പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്ന, അതല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട വിധം പരിഗണിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ വലിയ ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ അള്ളാഹുവുമായുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റുന്നതിൽ വളരെയധികം കണിശത പുലർത്തുന്നുണ്ടാകാം. നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിലും നോമ്പിന്റെ വിഷയത്തിലും മറ്റെല്ലാ ഇബാദത്തുകളുടെ വിഷയത്തിലും അള്ളാഹുവുമായുള്ള നമ്മുടെ ബാധ്യത നമ്മൾ ഒരു പക്ഷെ കൃത്യമായി നിറവേറ്റുന്നുണ്ടാകാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ പലപ്പോഴും അള്ളാഹുവിന്റെ മറ്റ് അടിമകളുമായുള്ള, നമ്മുടെ മറ്റ് സഹോദരന്മാരുമായുള്ള ഇടപാടുകളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിൽ അള്ളാഹുവുമായുള്ള ആ ബാധ്യതയിൽ നമ്മൾ ചെയ്യുന്ന പല ഇബാദത്തുകളും അള്ളാഹു പരിഗണിക്കാത്ത ഒരു രൂപം ഉണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലുമൊക്കെ ധാരാളം നമ്മളെ പഠിപ്പിച്ച ഒരു വിഷയമാണ് ഹുഖൂഖുൽ അബ്ദ്. മറ്റുള്ള അടിമകളുമായുള്ള ഒരു മനുഷ്യന്റെ ബാധ്യതകൾ. ആ ബാധ്യതകളിൽപ്പെട്ട വലിയ ഒരു ബാധ്യതയാണ് നമ്മുടെ കടബാധ്യത എന്ന് പറയുന്നത്. കടങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ തീരെ ഗൗരവങ്ങൾ കൊടുക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹദീസുകൾ എമ്പാടും പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുപാടധികം ഗൗരവപൂർവ്വം ഉണർത്തിയിട്ടുള്ള ഒരു വിഷയമാണ് കടബാധ്യതകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന് നമുക്ക് കാണാം, യുഗ്ഫറു ലിശ്ശഹീദ് കുല്ലു ദംബിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഷഹീദായ വ്യക്തിക്ക്, രക്തസാക്ഷിയായ ഒരു വ്യക്തിക്ക് യുഗ്ഫറു കുല്ലു ദംബിൻ, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഷഹീദായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ സ്വന്തം വീടും സ്വന്തം കുടുംബവും സ്വന്തം സമ്പത്തും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട്, എല്ലാത്തിനെയും പിന്നിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് സ്വന്തം ശരീരം, സ്വന്തം ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി വെട്ടുകൊണ്ട് മരിച്ചു വീഴുന്ന ഒരു വ്യക്തി, അയാൾക്ക് അള്ളാഹുവിന്റെ പ്രീതി അല്ലാതെ വേറൊരു ഉദ്ദേശങ്ങളുമില്ല. അങ്ങനെ ഷഹീദാകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ആളാണ് ഷഹീദായ വ്യക്തി, രക്തസാക്ഷിയായ വ്യക്തി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ത്യജിച്ച ഒരു വ്യക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യുഗ്ഫറു കുല്ലു ദംബിൻ, അവന്റെ എല്ലാ പാപങ്ങളും അവൻ ഷഹീദാകുന്നതോടുകൂടി അവർ പുറത്തു കൊടുക്കപ്പെടും. ഇല്ല ദൈൻ, കടങ്ങൾ ഒഴികെ. കടബാധ്യത ഉള്ളവനാണ് എങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ പാപങ്ങളും പുറത്തു കൊടുത്താലും ആ കടബാധ്യത അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന് ശറഹ് കൊടുക്കുന്നിടത്ത് അദ്ദേഹം പറയാൻ, ഫീഹി ബയാനു അളിമ അംരിദ്ദൈൻ. ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്
കടബാധ്യത എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള അതിഗൗരവകരമായ ഒരു വിഷയമാണ്. അതാണ് ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോട് പറയാൻ പഠിപ്പിച്ചു കൊടുത്ത വിഷയം. വഫീഹി അന്ന ഹുഖൂഖൽ ഇബാദ്, അതിലെന്താണുള്ളത്? ഹുഖൂഖൽ ഇബാദ്, മറ്റ് അടിമകളുമായുള്ള ഹക്കുകൾ, ബാധ്യതകൾ. ആ വിഷയത്തിന്റെ ഗൗരവമാണ് ലാ തസ്ഖുതു ബിശ്ശഹാദതി ബൽ തബ്ഖി മുതഅല്ലിഖതൻ ബിദ്ദിമ്മ. നോക്കൂ നിങ്ങൾ, അവന്റെ എല്ലാ വിഷയങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു, പക്ഷെ ഇത് മാത്രം പുറത്തു കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമാണ്? അവന്റെ ആ ഷഹാദത്തിന് പോലും, അവന്റെ രക്തസാക്ഷിത്വത്തിന് പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ആ കടബാധ്യതയെ കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ ഷഹീദായതല്ലേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ജീവൻ കളഞ്ഞവനല്ലേ, അവന് ഈ കടബാധ്യതയ്ക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും? അല്ല, അങ്ങനെയല്ല. ആ കടബാധ്യത പൊറുക്കാതെ, ആ കടബാധ്യത നിറവേറ്റപ്പെടാതെ അങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ, ആ രക്തസാക്ഷിത്വത്തിന് പോലും അതിനെ കവർ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റമളാനിലേക്ക് കടക്കുകയാണ്. നമുക്ക് നിങ്ങൾ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് അതിന്റെ ശറഹിൽ നമുക്ക് കാണാം, വഇന്നമാ തുകഫിറു ശഹാദതു ഹുഖൂഖല്ലാഹി തആല. ഒരുവൻ ഷഹീദായത് അള്ളാഹുവിനോടുള്ള ഹുഖൂഖ്, അവന്റെ ഹക്ക്, അവന്റെ ബാധ്യത അവൻ നിറവേറ്റി എന്നത് മാത്രമാണ് തെളിയിക്കുന്നത്. അള്ളാഹുവിന്റെ അടിമകളോട് അവന് പല ബാധ്യതകളുമുണ്ട്. അവൻ ഒരുപാട് ബാധ്യതകൾ, ഹക്കുകൾ, കടമകൾ അവിടെ ഉണ്ടായിട്ട് അതൊന്നും അവൻ തീർത്തിട്ടില്ല. അവൻ അള്ളാഹുവിനോടുള്ള കടമ മാത്രമാണ് തീർത്തത്. അതുകൊണ്ട് അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയൂല? അവന്റെ ഷഹാദത്തിന്, രക്തസാക്ഷിത്വത്തിന്, അഥവാ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ജീവൻ കളഞ്ഞ വിഷയത്തിന് പോലും ആ കടബാധ്യതയെ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ റമളാനിലേക്ക് കടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെ പരിഗണിക്കണമെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം ബാധ്യതകൾ തീർച്ചാലാണ് നമ്മുടെ നോമ്പ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നല്ല രൂപത്തിൽ പരിഗണിക്കപ്പെടുക? ആ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, ഇതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലും അതുപോലെ നോമ്പെടുക്കുന്നതിലും നമസ്കാരത്തിലും ഒക്കെ ഒതുങ്ങി നിൽക്കുമ്പോൾ അല്ലാഹ് പറയണം, അതൊക്കെ അള്ളാഹുവിനോടുള്ള ബാധ്യത തന്നെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ നല്ലത് തന്നെയാണ്, ഖൈറ് തന്നെയാണ്, അതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ മറ്റൊരു സൈഡിൽ നമ്മൾ അള്ളാഹുവിന്റെ അടിമകളുമായുള്ള പല ബാധ്യതകളും നിറവേറ്റിയിട്ടില്ല എങ്കിൽ അള്ളാഹു നമ്മുടെ നോമ്പുകൾ, അത് എത്ര കഷ്ടപ്പെട്ടെടുത്ത നോമ്പാണെങ്കിലും, എത്ര കഷ്ടപ്പെട്ട് നിന്ന് രാത്രി നമസ്കരിച്ചതാണ് എങ്കിലും അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ മറ്റു ചില നിബന്ധനകൾ കൂടി അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, മത്ലുൽ ഗനിയ്യി ദുൽമുൻ എന്നാണ്. മത്ലുൽ ഗനിയ്യി, ഒരുവന്റെ കയ്യിൽ സമ്പത്തുണ്ട്, അവന്റെ കയ്യിൽ പൈസ ഉണ്ട്, എന്നിട്ടും അവൻ എന്ത് ചെയ്യാണ്? കടം കൊടുക്കാനുള്ള പൈസ അവൻ നീട്ടിവെക്കാണ്. അവനിങ്ങനെ ചിന്തിക്കാണ്, ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, എന്നാൽ ഇത് കൊടുത്തു തീർക്കാനുള്ള പൈസ ആണ്, കുറച്ചൊക്കെ കൊടുത്തു തീർക്കാനും ഉണ്ട് ഇതിൽ. പക്ഷെ വിചാരിക്കണം, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വന്നാൽ എടുക്കാൻ കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ. തൽക്കാലം ഇതിപ്പോ ഇങ്ങനെ കൊടുക്കണ്ട, ഇതിപ്പോ കയ്യിൽ വെക്കാം, കുറച്ചും കൂടെ പൈസ കിട്ടി ഒന്ന് ബാലൻസ് ആകുമ്പോ ഇതിൽ നിന്ന് കടം കൊടുത്തു തീർക്കാം എന്നൊരുവൻ ചിന്തിച്ചാൽ, അവന്റെ കയ്യിൽ സമ്പത്തുണ്ട്, കൊടുക്കേണ്ടത് കൊടുത്തു തീർക്കാൻ അവന്റെ കയ്യിൽ സമ്പത്തുണ്ട്. പക്ഷെ അവൻ ചിന്തിക്കുന്ന എന്താ? എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ, നിലവിലില്ലാത്ത, ഇനി വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു ആപത്തോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വന്നാൽ കയ്യിൽ എടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചത് ഇങ്ങനെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. അത് ദുൽമുൻ ആണ്, ദുൽമാണത്, അക്രമമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞ വിഷയമാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ. അല്ലാഹു ളാലിമീങ്ങളെ, അക്രമം പ്രവർത്തിക്കുന്നവരെ, ദുൽമ പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. നമ്മുടെ കയ്യിൽ 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരു 5,000 രൂപ കടം കൊടുക്കാനുള്ളതാണ്, മറ്റൊരാൾക്ക് കടം കൊടുക്കാനുള്ളതാണ്. എന്നാലും നമ്മൾ ആ 10,000 ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചിന്തിക്കുകയാണ്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, എന്തെങ്കിലും പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു യാത്ര പോകാനുള്ളതാണ്, ഒരു കല്യാണത്തിന് പോകാനുള്ള, എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സൊക്കെ എടുക്കേണ്ടി വന്നാലോ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ, ഇത് തൽക്കാലം ഇപ്പൊ ഇത് കയ്യിലിരിക്കട്ടെ. ദുൽമാൻ, അക്രമമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് മറ്റൊരാളുടെ ബാധ്യതയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ 10,000-ൽ 5,000 മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്.
അത് നിലവിൽ നമുക്ക് അവകാശപ്പെട്ടതല്ല. അത് കയ്യിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും വരാനിരിക്കുന്ന വിപത്തിനെയും ആക്സിഡന്റിനെയും രോഗത്തെയും ഒക്കെ പ്രതീക്ഷിച്ച് അതിങ്ങനെ കയ്യിൽ വെക്കുക എന്നുള്ളത് ദുൽമാണ് എന്നാണ് ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. മൻ മാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അവന് അലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, അവന് കടബാധ്യതകളുണ്ട്, അവൻ കുറച്ചധികം പൈസ ആളുകൾക്ക് കൊടുത്തു തീർക്കാനൊക്കെ ഉണ്ട്, പക്ഷെ അവൻ മരണപ്പെട്ടു പോയി. ഖുദിയ മിൻ ഹസനാതിഹി, ഖുദിയ മിൻ ഹസനാതിഹി, അവൻ അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് തീർക്കേണ്ടി വരിക അവന്റെ ഹസനാത്തുകൾ കൊണ്ടാണ്. അവന്റെ നോമ്പാണ് പകരം കൊടുക്കേണ്ടി വരിക. അതിന്റെ തോതനുസരിച്ച് അവൻ കൊടുക്കാനുള്ള കടം കൊടുക്കാനുള്ള പൈസയുടെ തോതനുസരിച്ച് അവന്റെ നോമ്പാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ആ കടം കൊടുക്കാനുള്ള വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുക. കാരണം എന്താ? ലൈസ സമ്മ ദീനാർ മുല ദുർഹം. അന്നത്തെ ദിവസം അവിടെ ദീനാറും ദുർഹമൊന്നുമില്ല. അന്നവിടെ കൈ കൊടുത്ത് കോംപ്രമൈസ് ആക്കലില്ല. നീ എന്നോടൊന്ന് പൊരുത്തപ്പെടണമെന്ന് പറച്ചിലില്ല. അതാരും പൊരുത്തപ്പെടാനും പോകുന്നില്ല. കാരണം പകരം കിട്ടുന്നത് ഹസനാത്തുകളാണ്. ഈ വ്യക്തിയുടെ രാത്രി നമസ്കാരങ്ങളാണ്. നമ്മൾ കൊടുക്കാനുള്ള 1000 രൂപക്ക്, നമ്മൾ കടം കൊടുക്കാനുള്ള 2000 രൂപക്ക് പകരം നമ്മുടെ റമളാനിന്റെ നോമ്പുകൾ പകരം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ സഹോദരങ്ങളെ എത്ര സങ്കടകരമായിരിക്കും. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ജനാസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. ലിയുസല്ലി അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസക്ക് ഇമാമ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി ആ ജനാസയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ ചോദിച്ചു, ഹൽ അലൈഹി മിൻ ദൈനിൻ, ഈ വ്യക്തിക്ക് കടങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? കടങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഖാലു നഅം, അതെ റസൂലേ, അദ്ദേഹത്തിന് കടങ്ങൾ കുറച്ച് ബാക്കിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലു അലാ സ്വഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചോ? ഞാനില്ല. നിങ്ങൾ നമസ്കരിച്ചോ? സല്ലു അലാ സ്വഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി, നിങ്ങളുടെ സ്വഹിബിന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചോ? ഞാൻ നമസ്കരിക്കുന്നില്ല. ഖാല അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അലയ്യ ദൈനുഹു യാ റസൂലല്ലാഹ്, റസൂലെ, ആ മനുഷ്യന്റെ, ആ വ്യക്തിയുടെ കടം ഞാൻ ഏറ്റെടുത്തോളാം റസൂലെ, അത് ഞാൻ കൊടുത്തു വീട്ടിക്കോളാം. ഫസല്ല അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ ആ വ്യക്തിക്ക് ജനാസ നമസ്കരിച്ചു എന്നാണ്. എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. കടം ബാക്കിയുണ്ട്, അതൊക്കെ നമസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ചർച്ച ചെയ്താൽ പോരെ? നമസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചോദിക്കാമല്ലോ, ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടോ? സ്വഹാബത്ത് ആരെങ്കിലും ഒക്കെ ഏറ്റെടുക്കാലോ. പക്ഷെ ആ നമസ്കാരത്തിന് മുമ്പ് നബി നമസ്കരിക്കാൻ വിസമ്മതിച്ചു. അപ്പൊ എത്ര ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് കടബാധ്യത എന്ന് പറയുന്നത്. ആ കടബാധ്യതകൾ വെച്ചുകൊണ്ട് നിസ്സാരമായിക്കൊണ്ട് നമ്മൾ റമളാനിന്റെ മാസങ്ങളിലേക്ക് പ്രവേശിക്കാൻ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു എത്ര കണ്ട് നമ്മുടെ ഇബാദത്തുകളെ പരിഗണിക്കും. ആ റമളാനിന്റെ 5-ാമത്തെ ദിവസം നമ്മൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, നമ്മൾ സന്തോഷിക്കും, റമളാൻ മാസത്തിലാണല്ലോ ഞാൻ മരണപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ടു, റമളാൻ മാസത്തിലാണ് ആ വ്യക്തി മരണപ്പെട്ടത്, മാഷാ അള്ളാഹ് 5 നോമ്പും എടുത്തിട്ടാണ് ആ വ്യക്തി മരണപ്പെട്ടതെന്ന് നമ്മൾ പറയും. കടബാധ്യതകൾ ബാക്കിയുണ്ട് എങ്കിൽ ആ റമളാനിന്റെ നോമ്പുകൾ ആ വ്യക്തി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറ്റാളുകൾക്ക് പകരം കൊടുക്കേണ്ടി വരും. നോക്കൂ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. തൊട്ട് പിറ്റേ ദിവസം, ഫലമ്മാ കാന മിനൽ ഗദ്, തൊട്ടടുത്ത ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ ഫഅല ദീനാറാൻ, സുബ്ഹാനല്ലാഹ്, 2 ദീനാറാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ആ വ്യക്തി 2 ദീനാറാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ആ 2 ദീനാറിന്റെ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദിവസം ചോദിച്ചു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ മാത അംസി, റസൂലേ, ഇന്നലെയല്ലേ മരണപ്പെട്ടത്, കൊടുക്കാൻ ഞാൻ കൊടുക്കും, കൊടുക്കാതിരിക്കൂല, ഇന്നലെ മരണപ്പെട്ടല്ലേ ഉള്ളൂ. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ആ മറ്റു ദീനാറിന്റെ വിഷയം എന്തായി, അത് കൊടുത്തു തീർത്തോ? അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ കൊടുക്കാം, കൊടുത്തു തീർക്കാം. അങ്ങനെ വീണ്ടും ചോദിച്ചു, അങ്ങനെ പറഞ്ഞു, ഞാനത് കൊടുത്തു നബിയെ. അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ ചോദിച്ചപ്പോ ഖാല ഖദ് ഖളൈതുഹുമാ, ആ 2 ദീനാർ, നമുക്ക് ചിലപ്പോ 2 ദീനാർ 1000 രൂപ 500 200 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ നിസ്സാരമായിട്ട് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൊടുത്തു നബി, അത് കൊടുത്തു തീർത്തിട്ടുണ്ട് കേട്ടോ എന്ന് അടുത്ത ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫഖാല അൽആന ബറദത് അലൈഹി ജിൽദു, ആ വ്യക്തിയുടെ തൊലികൾ ഇപ്പോഴാണൊന്ന് തണുത്തത് എന്നാണ്. സുബ്ഹാനല്ലാഹ്,
ആ വ്യക്തിക്ക് ജനാസ നമസ്കരിക്കാൻ ഇമാമത്ത് നിന്നതാരാ? കടബാധ്യത ഉണ്ടായിരുന്ന വ്യക്തിയുടെ കടം ഏറ്റെടുത്തത് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആണ്. കടം ഏറ്റെടുത്തു, അത് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ആ ജനാസക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്നിട്ട് പോലും ആ കടങ്ങൾ നോക്കൂ നിങ്ങൾ, ആ നമസ്കാരത്തിന് മഅമൂമായി നമസ്കരിച്ചിട്ടുണ്ടാവുക സ്വഹാബത്താണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണ്. ആ കടബാധ്യത ഉണ്ടായിരുന്ന വ്യക്തിയുടെ നമസ്കാരത്തിന് പങ്കെടുത്തിട്ടുള്ളത് 40-ഓളം വ്യക്തികൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുന്ന ഒരു ജനാസ നമസ്കാരമാണ്. അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഇവിടെ ഉണ്ടല്ലോ. എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കേണ്ടതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദിവസം ഇങ്ങനെ വീണ്ടും ചോദിച്ചിട്ട് അവസാനം അത് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അൽആന ബറദത് അലൈഹി ജുൽദു, ഇപ്പോഴാണ് അവന്റെ തൊലികൾ ഖബറിൽ കിടന്നൊന്ന് തണുത്തത് എന്നാണ്. എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. ആരാണ് ഇമാമത്ത് നിന്നത്? എത്ര സ്വഹാബികളാണ് അവിടെ ആ ജനാസയിൽ പങ്കെടുത്തത്? എന്നിട്ട് പോലും എത്ര ഗൗരവകരമാണ് കടം എന്ന വിഷയം. 2 ദീനാറിന്റെ വിഷയം നമുക്ക് നിസ്സാരമായിരിക്കും. നമുക്ക് 2 രൂപയും 20 രൂപയും 200ഉം 2000 ഒക്കെ നമുക്ക് ചിലപ്പോ ഒരു പക്ഷെ അത് അത്രല്ലേ ഉള്ളൂ, അത് നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമാക്കി നമ്മൾ കളയുന്ന പല വിഷയങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര ഗൗരവപ്പെട്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇമാം നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നബിയുടെ കൂടെ ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നു. ഫറഫഅ റഅസഹു ഇല അസ്സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ തല ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി. തല ആകാശത്തേക്ക് ഉയർത്തിയിട്ട് സുമ്മ വദഅ കഫഹു അലാ ജബ്ഹതി, കൈ പെട്ടെന്ന് ഇങ്ങനെ നെറ്റിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് തലയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മാദാ ഉൻസില മിനത് തശ്ദീദ്, എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ഗൗരവപ്പെട്ട, എത്ര ആഴത്തിലുള്ള ശിദ്ദത്തുള്ള ഒരു വിഷയമാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് തല ഉയർത്തി കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയണം, എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന്. ഫതസ്കത്നാ ഫഫസിഅനാ, ഞങ്ങൾ എന്ത് ചെയ്തു? ഫസക്കത്നാ, ഞങ്ങൾ മിണ്ടാതിരുന്നു. ഞങ്ങളിങ്ങനെ മിണ്ടാതിരുന്നു. ഞങ്ങൾക്ക് ആകെ പേടിയായി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ കാരണം? ഇങ്ങനെയൊക്കെ ഒരു രംഗമുണ്ടാകാൻ മാത്രം എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. ഫസക്കത്നാ, ഞങ്ങൾ മിണ്ടാതിരുന്നു, ഇങ്ങനെ കേൾക്കാൻ വേണ്ടി, എന്താണ് വിഷയം എന്നറിയാൻ വേണ്ടി. അസ്ബഹ്തു, രാവിലെയായി. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ എന്താണ് വിഷയം? എന്താണ്? അവർക്ക് ആകെ ടെൻഷനായി, എന്തോ വലിയ ഗൗരവപ്പെട്ട വിഷയം അവതരിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ആ ശുദ്ധത്തുള്ള ഗൗരവപ്പെട്ട വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വല്ലദി നഫ്സി ബിയദി, എന്റെ നഫ്സി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആ മനുഷ്യൻ ഖുതില, മരണപ്പെട്ടു, അഥവാ അവൻ ഷഹീദായി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി മരണപ്പെട്ടു. സുമ്മ ഉഹ്യിയ, അല്ലാഹു അവനെ വീണ്ടും ജീവിപ്പിച്ചു. ഷഹീദായി അയാൾ മരണപ്പെട്ടു, അള്ളാഹു അവനെ വീണ്ടും ജീവിപ്പിച്ചു. സുമ്മ ഖുതില, അവൻ വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു, ഷഹീദായി. സുമ്മ ഉഹ്യിയ, വീണ്ടും ആ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ചു, ജീവൻ കൊടുത്തു. സുമ്മ ഖുതില, വീണ്ടും ആ വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരു വ്യക്തി. വഅലൈഹി ദൈനുൻ, ആ വ്യക്തിക്ക് കടമുണ്ടായിരുന്നു. മാ ദഖലൽ ജന്ന, അവന് കടം ബാക്കി ഉണ്ടായിരുന്നു. മാ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഹത്താ യുഖ്ദാ അൻഹു ദൈനു, അയാളുടെ കടം വീടുന്നത് വരെ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്ന്. നോക്കൂ നിങ്ങൾ, ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു, അള്ളാഹു വീണ്ടും ജീവിപ്പിച്ചു, വീണ്ടും ഷഹീദായി, വീണ്ടും ജീവിപ്പിച്ചു, വീണ്ടും ഷഹീദായി, 3 തവണ ഷഹീദായ ഒരു വ്യക്തി. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കടം ബാക്കിയുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂലാണ്. നോക്കൂ സഹോദരങ്ങൾ, ഈ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ കടങ്ങളെ നമ്മൾ നോക്കി കാണേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരാഴ്ച സമയം ഒരു പക്ഷെ നമുക്ക് ബാക്കിയുണ്ടാകും, ഏതാനും ദിവസങ്ങളായിരിക്കും പക്ഷെ ബാക്കി ഉണ്ടാവുക. ഈ ഒരു ദിവസത്തിൽ കഴിയുന്നത് പോലെ
നമ്മൾ ഒരു പക്ഷേ വില കൂടിയ നെയ്ച്ചോറിന്റെ അരി മേടിക്കാൻ പൈസ ചെലവാക്കുന്നുണ്ടാകും. നമ്മൾ വില കൂടിയ ഈത്തപ്പഴങ്ങൾ മേടിക്കാൻ പൈസ ചെലവാക്കുന്നുണ്ടാകും. ഈ റമദാനിൽ രാവിലെ നമുക്ക് അത്താഴത്തിന് കഴിക്കാൻ പ്രോട്ടീൻ അടങ്ങിയ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയ വലിയ സ്നാക്കുകൾ, വിശക്കാതിരിക്കാൻ പകരം മുഴുവൻ അതിന് ആരോഗ്യം കിട്ടാൻ വെയിലത്തുകൂടെ നടക്കാൻ വലിയ സ്നാക്കുകളും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവാക്കുന്നുണ്ട്. റമദാനിന്റെ കിറ്റിന് വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവാക്കുന്നുണ്ട്. നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവാക്കുന്നുണ്ട്. ഇതൊക്കെ നോമ്പിന് ആക്കം കൂട്ടാൻ, ഇതൊക്കെ നോമ്പിന്റെ കൂടെ അള്ളാഹു പരിഗണിക്കാൻ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൊടുക്കുന്ന പൈസ, ചെലവാക്കുന്ന പൈസ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് അത് റമദാനിന്റെ കിറ്റിന് വേണ്ടിയാകട്ടെ, അത് പാവപ്പെട്ടവന് വേണ്ടിയാകട്ടെ, 100 പേർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളുമായുള്ള മറ്റ് ബാധ്യതകൾ നിറവേറ്റാതെ ഇതൊന്നും ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുകയില്ല. ആ റമദാൻ മാസത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുക, അത്തദ്റൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്നറിയുമോ? ആരാണ് മുഫ്ലിസ് എന്നറിയുമോ? ദരിദ്രൻ ആരാണ് എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. അപ്പൊ സ്വഹാബത്ത് പറയാ, ഖാലു അൽ മുഫ്ലിസു ഫീനാ യാ റസൂലല്ലാഹ് മൻ ലാ ദിർഹമ ലഹു വലാ മതാ. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ, പൈസ ഒന്നും കയ്യിലില്ലാതെ, ദിർഹമും ദിനാറുകളും ഇല്ലാതെ, ബാങ്ക് ബാലൻസ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാങ്ക് ബാലൻസുകൾ ഇല്ലാതെ, കയ്യിലൊന്നും എടുക്കാനില്ലാതെ, സ്വത്തൊന്നും ഇല്ലാതെ, വീടൊന്നുമില്ലാതെ, ഒന്നുമില്ലാത്തവൻ, അവനല്ലേ റസൂലെ ദരിദ്രൻ എന്ന് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ. യഥാർത്ഥത്തിലുള്ള മുഫ്ലിസ് എന്ന് പറയുന്നവൻ, ദരിദ്രൻ എന്ന് പറയുന്നവൻ, അവൻ ഖിയാമത്ത് നാളിൽ വരുന്നവനാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ദരിദ്രൻ എന്ന് പറയുന്നവൻ ഖിയാമത്ത് നാളിൽ വരുന്നവനാണ്. അവൻ എങ്ങനെയാണ് വരുന്നത്? ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. അവൻ നമസ്കാരങ്ങൾ കൊണ്ടാണ് വരുന്നത്, അവൻ നോമ്പുകൾ കൊണ്ടാണ് വരുന്നത്, അവൻ സക്കാത്തുകൾ കൊണ്ടാണ് വരുന്നത്. നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന് നോമ്പും നമസ്കാരവും സക്കാത്തുമായി വരുന്നവൻ സമ്പന്നനാണല്ലോ. അതിലും വലിയ സമ്പത്ത് എന്താ ഖിയാമത്ത് നാളിൽ? ഖിയാമത്ത് നാളിൽ ഒരുവൻ വരുന്നത് നോമ്പും നമസ്കാരവും സക്കാത്തും ഒക്കെ ആയിട്ടാണ് എങ്കിൽ അവൻ സമ്പന്നനാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അങ്ങനെ വരുന്നവൻ ദരിദ്രനാണ്. എപ്പോഴാണെന്നറിയോ? അവൻ പല ആളുകളെയും മോശം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഷയങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം മറ്റൊരു സന്ദർഭത്തിൽ. പല ആളുകളെയും അപമാനിച്ചിട്ടുണ്ട്, പലരെയും കളിയാക്കിയിട്ടുണ്ട്, പല ആളുകളുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്, പല ആളുകളെയും സംസാരം കൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, മറ്റു പല ആളുകളുടെയും സമ്പത്ത് അവൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷറഹിനെ നമുക്ക് കാണാം, ജമീഉ അൻവാഇ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ജമീഉ അൻവാഇ എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തും തന്നെ ആകാം, മൂല്യമുള്ള എന്തും തന്നെ ആകാം. നമ്മൾ ഒരുപക്ഷെ പെട്ടെന്ന് കടം എന്നൊക്കെ കേൾക്കുമ്പോ പൈസ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക, 1000, 2000, 3000 ഒക്കെ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ജമീഉ അൻവാഇ. മാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപക്ഷെ വസ്ത്രമാകാം. നമ്മളൊരാളുടെ കയ്യിൽ നിന്നും തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്, ഒരു ഷർട്ട് മേടിച്ചിട്ടുണ്ടാകും. ആ ഷർട്ടിന് നാളെ നമ്മൾ പകരം കൊടുക്കേണ്ടി വരും. ഒരു പേനയായിരിക്കും, ഒരു പാത്രമായിരിക്കും, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഒരു പാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. മൂല്യമുള്ള എന്തും അങ്ങനെ തന്നെയാണ്. എല്ലാം മാല് എന്ന ഗണത്തിലാണ് പെടുക. നമ്മളൊരു പക്ഷെ മറന്നു പോയിട്ടുണ്ടാവും. ഇതൊക്കെ അന്യന്റേതാണെങ്കിൽ, അന്യനെ അവകാശപ്പെട്ട ഒരു പാത്രമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് എങ്കിൽ, അന്യൻ പൈസ കൊടുത്ത് മേടിച്ച ഒരു പേനയാണ് നമ്മുടെ പോക്കറ്റിലിരിക്കുന്നത് എങ്കിൽ, സഹോദരങ്ങളെ, ഗൗരവപ്പെട്ട വിഷയമാണ്. എന്താണ് അവിടെ ചെയ്യപ്പെടുക? രണ്ടുപേരെ കൊണ്ടുവരപ്പെടും. എന്നിട്ടോ ഈ വ്യക്തിയോട് ചോദിക്കും, എന്താണ് ഇന്ന വ്യക്തിയിൽ നിന്നും താങ്കൾക്കുണ്ടായ പ്രശ്നം? അവൻ എന്റെ അതിർത്തിയിൽ നിന്ന് ഒരു അടി എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു സെന്റ് സ്ഥലമാകട്ടെ, ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലമാകട്ടെ, അന്യന്റേതാണ് എന്ന് നമുക്കറിയാവുന്ന ഒന്ന് അർഹതപ്പെടാത്തത് മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത്, മറ്റൊരാളുടെ ഹക്ക് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നിപ്പോ എങ്ങനെ നീതി നടപ്പാക്കുക? അവിടെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അയാളുടെ ഒരു സെന്റ് സ്ഥലം ഇപ്പൊ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഖിയാമത്ത് നാളിൽ?
ഖിയാമത്ത് നാളിൽ നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ നിന്നെ അവിടെ അപമാനിച്ചു, നീ എന്നെ തിരിച്ച് അപമാനിച്ചോ? ഞാൻ നിന്റെ ഒരു പേന എടുത്തു, നീ എന്റെ പേന എടുത്തോ? നമുക്കിത് പക്ഷെ നിസ്സാരപ്പെട്ട വിഷയമായിരിക്കും. നിന്റെ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു, ഇന്ന് ഞാൻ ഡ്രസ്സ് തിരിച്ചു തരാം. ആർക്കാ വേണ്ടത് അവിടെ? ഒരു സെന്റ് സ്ഥലം, ഒരു ഏക്കർ സ്ഥലം ഞാൻ തിരിച്ചു തന്നേക്കാം. ആർക്കാണ് അത് ഇവിടെ വേണ്ടത്? പിന്നെയോ അവിടെ വേണ്ടത് എന്താ? അമലുകളാണ്. അപ്പൊ ഈ മനുഷ്യന്റെ നല്ല അമലുകൾ ആ വ്യക്തിക്ക് കൊടുക്കും. ഈ മനുഷ്യൻ വന്നത് എങ്ങനെ? നമസ്കാരം നോമ്പ് കൊണ്ടൊക്കെ വന്നത്. പകരം കൊടുക്കേണ്ടി വരിക എന്താണ്? അയാളുടെ നോമ്പാണ്. നമ്മുടെ റമദാനിലെ നോമ്പ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഖിയാമത്ത് നാളിൽ നമ്മുടെ റമദാനിന്റെ നോമ്പുകളെ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മുടെ റമദാനിന്റെ മുഴുവൻ നോമ്പും വേറൊരാൾക്ക് കൊടുക്കുക. എന്തേ? കടബാധ്യതകൾ ഉണ്ടായിരുന്നു. സ്വത്ത് വീതം വെച്ചപ്പോ നമുക്ക് അർഹതപ്പെടാത്തതാണ് നമ്മുടെ കയ്യിലേക്ക് വന്നത്. ചോദിച്ച് നമ്മൾ മേടിച്ചത് അവൻ അർഹതപ്പെട്ടതായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലാതുള്ളത്. പകരം കൊടുക്കേണ്ടി വരിക ഒരു പക്ഷെ 2-3 കൊല്ലച്ച റമദാനിന്റെ നോമ്പുകളായിരിക്കും, രാത്രി നമസ്കാരങ്ങളായിരിക്കും, പരിശുദ്ധ ഖുർആന് ഖത്തം തീർത്തോടിയതായിരിക്കും. അങ്ങനെ ദരിദ്രനാകുന്ന ഒരു വ്യക്തി, അങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കാൻ അവന്റെ നോമ്പും അവന്റെ നമസ്കാരങ്ങളും. 60 വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. 60 വയസ്സുള്ള ഒരു വ്യക്തി ഒരു 15 വയസ്സ് മുതൽ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 45ഓളം റമദാൻ ഉണ്ടാവും. എത്ര റമദാൻ മാസം ഉണ്ടാവും? കൊടുക്കാൻ എന്തോരമുണ്ടോ അതിനനുസരിച്ച് റമദാനൊക്കെ ഇങ്ങനെ കൊടുത്തു തീർക്കേണ്ടി വരും. രാത്രി നമസ്കാരങ്ങൾ, നമ്മുടെ 5 നേരത്തെ 5 വക്ത് നമസ്കാരങ്ങൾ, അതൊക്കെ ആയിട്ട് വരുന്നൊരു വ്യക്തിയാണ് ഇവിടെ മുഫ്ലിസാണ്, ദരിദ്രനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് കഴിയുമ്പോഴോ നോക്കൂ നിങ്ങൾ, അവസാനം എല്ലാം കൊടുത്തു തീർത്തു. നമസ്കാരം തീർന്നു, നോമ്പും തീർന്നു, കൊണ്ടായിരുന്ന ഉംറകളൊക്കെ തീർന്നു, ഖത്തം തീർത്തു, ഓതിയതും ദിക്റുകളെല്ലാം തീർന്നു. ഇതൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ ആളുകൾ ഇനിയും ബാക്കിയാണ്, കൊടുക്കാനുള്ളതൊക്കെ ഇനിയും ബാക്കിയാണ്. കടയിൽ ബാക്കി കൊടുക്കാനുണ്ടായിരുന്നത് ആരുടെയോ കയ്യിൽ നിന്നൊരു മുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞ് മേടിച്ചത്, ഒരു വാഹനം എടുത്തത് ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ള ആളുകൾ ഇങ്ങനെ ക്യൂ ആണ്. പക്ഷെ ഇവിടെ ഇനി കൊടുക്കാനൊന്നുമില്ല. നമസ്കാരം തീർന്നു, സക്കാത്ത് തീർന്നു, നോമ്പൊക്കെ തീർന്നു, ഇനി കൊടുക്കാൻ ഇവിടെ നിന്നൊന്നും ഇല്ല അങ്ങോട്ട്. അപ്പോഴോ ആ സമയത്ത് ഇനിയിപ്പോ എങ്ങനെ നീതി നടപ്പാക്കും? ഈ മനുഷ്യന്റെ ആണെങ്കിലും കൊടുക്കാൻ ഹസനാത്തൊന്നുമില്ല, ഒക്കെ തീർന്നു. ആയുഷ്കാലം കൊണ്ട് ചെയ്ത അമലുകളെല്ലാം തീർന്നു. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ നീതി നടപ്പാക്കണം. എന്താ ചെയ്യാൻ കഴിയുക? ആ വ്യക്തിയുടെ മോശപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സയ്യിആത്തുകൾ, പാപങ്ങൾ എടുത്ത് ഈ വ്യക്തിക്ക് കൊടുക്കാം. നമ്മൾ ആർക്കോ കടം കൊടുക്കാനുണ്ടായിരുന്നു 2000 രൂപ. അയാൾ ചെയ്ത എന്തോ ഹറാമ്, ഇനി അതിന് പകരം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. നമ്മൾ ചെയ്യാത്ത പാപങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. നോക്കൂ നിങ്ങൾ, നമ്മൾ ചെയ്യാത്ത പാപങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ അർഹതപ്പെടാത്തൊന്നല്ല, നമ്മൾ അയാളെ അപമാനിച്ചതിന് പകരമായിട്ടാണ്. വെറുതെ ഒന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്നാണ്. ഒരാളും മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കേണ്ടി വരില്ല എന്നാ. പക്ഷെ ഇതെന്തിനു വേണ്ടിയാ? ബിഖദ്രി, അതിന്റെ തോതനുസരിച്ചാണ്. നമ്മൾ അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു, അയാളുടെ കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, നമ്മൾ കൈവശം വെച്ചിരുന്നു. അതിന് പകരം അയാൾ ഒരുപക്ഷെ ആരൊക്കെയോ തെറി പറഞ്ഞതിന്, മോശം പറഞ്ഞതിന്, കുറ്റം പറഞ്ഞതിന്, ഗീബത്ത് പറഞ്ഞതിന്, ഏഷണി പറഞ്ഞതിന്, ആരൊക്കെയോ അപമാനിച്ചതിനും കളിയാക്കിയതിനും ഒക്കെ ഉള്ള പാപത്തിന്റെ വിഹിതം, അതിന്റെ പേരിൽ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ? നരകത്തിന് ശിക്ഷ അനുഭവിക്കാൻ പോവാണ്. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിന് നമ്മൾ ഇനി ശിക്ഷ അനുഭവിക്കാൻ പോവാൻ. സഹോദരങ്ങൾ, എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. എല്ലാം തീർന്നു കഴിയുമ്പോൾ അവരുടെ പാപങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. കൊടുത്തതൊക്കെ നമ്മുടെ റമദാനും നമ്മുടെ ഖുർആനിലെ ഖത്തം തീർത്തോതിയതും നമ്മൾ പ്രയാസപ്പെട്ട ഒരുപാട് ഇബാദത്തുകളും ഒക്കെ ചെയ്തതിനു വേണ്ടി തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ, റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി റമദാനിൽ അമലുകൾ ചെയ്യാനും ആ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളെ തൊട്ട് നമ്മുടെ ശ്രദ്ധ
ശ്രദ്ധയിൽ ഉണർത്തുവാനും നമുക്കതൊക്കെ ഓർമ്മ വരാനും എത്രയും എളുപ്പത്തിൽ അതൊക്കെ കൊടുത്തു വീട്ടുവാനും അതൊക്കെ നിറവേറ്റാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വദലഅദ് ദൈൻ വഗലബത്തുർ റിജാൽ. കടത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ, ഇത്രയും വേഗം കടങ്ങളൊക്കെ വീട്ടി കിട്ടാൻ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന ഒരു ദുആ ആണ്. നമ്മൾ എല്ലാവരും ഒന്ന് മനഃപ്പാടമാക്കിക്കൊണ്ട് ഈ ഏതാനും ദിവസങ്ങൾ വരുന്നതിന് മുമ്പ് കഴിയുന്നതും നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് റമദാനിൽ നോമ്പ് തുറപ്പിക്കുന്നതിനും അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും അതുപോലെ നമുക്ക് സക്കാത്ത് കൊടുക്കാനുള്ളത് എല്ലാം അവിടെ ഉണ്ടാവും. എല്ലാം അവിടെ നിലനിൽക്കെ നമ്മൾ ആളുകൾക്ക് കൊടുക്കാനുള്ളത് അതിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ ഈത്തപ്പഴത്തിന്റെ ബ്രാൻഡ് നോക്കിയല്ല, നമ്മൾ മേടിക്കുന്ന പഴവർഗ്ഗങ്ങളുടെ ബ്രാൻഡ് നോക്കിയല്ല, അതിന്റെ വാല്യൂ ഒന്നുമല്ല. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരിക. കടബാധ്യതകൾക്ക് വലിയ ഒരു റോൾ അവിടെ ഉണ്ട്. അതിന്റെ ഏതിലും ഗൗരവം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ കഴിയുന്നതും ഈ ദുആ നമ്മൾ നിരന്തരമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദുആ അല്ലാഹുവിനോട് എത്രയും വേഗം കടങ്ങൾ വീട്ടിക്കിട്ടാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ബാധ്യതകളൊന്നും ഇല്ലാതെ എല്ലാവരോടുമുള്ള ബാധ്യതകൾ നിറവേറ്റി റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, വരുന്ന തിങ്കളാഴ്ച അഥവാ ഫെബ്രുവരി 16 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ഖുർആൻ വഴികാട്ടുന്നു എന്ന വിഷയത്തിൽ അഹ്ലൻ റമളാൻ എന്ന ടൈറ്റിലിൽ നമ്മുടെ കരിമുകളിൽ വെച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടക്കുകയാണ്. ബഹുമാന്യ പണ്ഡിതൻ ഷാഫി സുബാഹിയാണ് പ്രഭാഷകനായിട്ടുള്ളത്. അതുകൊണ്ട് കഴിയുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും എല്ലാം നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ റമദാൻ മാസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നും ആ റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് ഗൗരവം കൊടുക്കണം എന്നും ആ റമദാൻ മാസത്തിനെ ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ ഫലവത്തായി നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുമൊക്കെ ഏറെ ഗൗരവകരമായി ചർച്ച ചെയ്യുന്ന ആ ഒരു സന്നിധിയിലേക്ക് നമ്മൾ എല്ലാവരും എത്തണമെന്ന് ഒന്നുകൂടെ ഉണർത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണം. കഴിയുന്ന ആളുകളൊക്കെ ആ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അതിൽ പങ്കെടുക്കാനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. തിരിച്ചു കൊടുക്കാനാവാതെ ആഗ്രഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം അത് ആരുടെ കയ്യിൽ നിന്നാണോ കടം വാങ്ങിയിട്ടുള്ളത് അവർക്കത് പൊരുത്തപ്പെടാനുള്ള മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. എത്രയും വേഗം ഈ കടങ്ങൾ വീട്ടിക്കൊടുക്കാൻ, എത്രയും വേഗം ആ കടങ്ങളും ബാധ്യതകളും നിറവേറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കുടുംബ ബന്ധങ്ങളുമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.